പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഒരാഴ്ചക്കിടെ പനി ബാധിച്ചത് 60,000-ൽ അധികം ആളുകൾക്കാണ്. ഇന്നലെ മാത്രം ചികിത്സ തേടിയിരിക്കുന്ന സംസ്ഥാനത്ത് 11,050 പേരാണ്. അതേസമയം തുടർച്ചയായ 5 ദിവസത്തെ കണക്ക് പുറത്തുവിടാതിരുന്നതിനാൽ സർക്കാർ ഇതുവരെയും ഒരു വിശദീകരണം നൽകുകയും ചെയ്തിട്ടില്ല. നമുക്ക് ഒപ്പം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നിന്ന് ഗോകുൽനാഥ് വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഈ പനി ബാധിതരുടെ കണക്ക് പുറത്തുവിടാതെ വരെ ഒരു ഒളിച്ചുകളി ഇതിനിടയിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനപ്പുറത്തേക്ക് പനി ഇങ്ങനെ പടർന്നു പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിലവിലെ കണക്കുകൾ, ഏറ്റവും പുതിയ കണക്കുകൾ എങ്ങനെയാണ്? അതിനപ്പുറത്തേക്ക് ഏതൊക്കെ പനിയാണ് വലിയ രീതിയിൽ സംസ്ഥാനത്ത് പടരുന്നത്? അക്ഷയ, പനിക്കണക്ക് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത്. വലിയ രീതിയിൽ, അതായത് ഒരു ദിവസം 10,000 എന്നുള്ള രീതിയിൽ തന്നെ കണക്കുകൾ മാറി മറിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മലപ്പുറത്തുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ, അതായത് 1000-ലേക്കൊക്കെ കടക്കുന്ന രീതിയിലേക്ക് പനിക്കണക്ക് മാറുന്നത്. എന്നാൽ ഈ സമയത്തൊക്കെ തന്നെ സാധാരണ DHSന്റെ സൈറ്റിൽ, ആരോഗ്യവകുപ്പിന്റെ സൈറ്റിൽ കൃത്യമായി തന്നെ ഓരോ ദിവസത്തെയും പനി വിവര കണക്കുകളൊക്കെ തന്നെ സർക്കാർ വകുപ്പ്, ആരോഗ്യവകുപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് ആ ഒരു അപ്ഡേഷൻ ഉണ്ടായിട്ടുമില്ല. എത്രത്തോളം പനി, അതായത് എത്ര പേർ ചികിത്സ തേടി, എത്ര പേർക്ക് H1N1 പിടിപെട്ടു തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ പനിയുമായി ബന്ധപ്പെട്ട മരണക്കണക്കുകൾ ഒക്കെ തന്നെ പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് ബാധ്യസ്ഥരാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 5 ദിവസമായി ഇത്തരത്തിൽ ഒരു ഒളിച്ചുകളി തുടരുകയും അത് പിന്നീട് നിയമസഭയിൽ ചർച്ചയാകുകയും ചെയ്തു. അതേ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം 5 ദിവസം, അതായത് 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള കണക്കുകൾ പിന്നീട് പബ്ലിഷ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കിടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ പനി രോഗം ബാധിച്ച് ചികിത്സ തേടിയിട്ടുള്ളത് 66,880 പേരാണ് തുടങ്ങിയ കണക്കാണ്. അപ്പം ഒരു ദിവസം 10,000 എന്നുള്ള രീതിയിലേക്ക് തന്നെ ആ ഒരു കണക്ക് ഉയരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ മാത്രം ചികിത്സ തേടിയിട്ടുള്ളത് 11,050 പേരാണ് തുടങ്ങിയ കണക്കുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ കണക്ക് പുറത്തു വിടാത്തതിന്റെ കാരണമൊന്നും ആരോഗ്യവകുപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്തായാലും അത് വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്ന് തന്നെ അനുമാനിക്കാവുന്നതാണ്. കാരണം 5 ദിവസത്തെ കണക്കാണ് അത്തരത്തിൽ പൂഴ്ത്തിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഈ പനിക്കണക്ക് പുറത്തുവിടുന്നതിൽ അലംഭാവം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാൻ ആരോഗ്യവകുപ്പ് ബാധ്യസ്ഥരാണ്. അപ്പം എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ അത് ചർച്ചയിലേക്ക് പോവുകയും ചെയ്യും. ഇന്നലെ മാത്രം 42 പേർക്ക് H1N1 സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായി. എന്തായാലും ജില്ലയിൽ പനി കനക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇത്തരത്തിൽ പനി സ്ഥിരീകരണം കൂടുതലായിട്ടുള്ളത്. ഒപ്പം തന്നെ മരണം കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 മരണമാണ് ഈ ഒരാഴ്ചക്കകത്ത് ഉണ്ടായിട്ടുള്ളത്. അക്ഷയ, ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും